ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ വേസ് കുഞ്ഞുഹിര. അപ്പോൾ അത് ആസാമത്തെ സ്പെഷ്യൽ പലഹാരങ്ങളാണ്. ഇതെന്താ കാണിക്കണമെന്ന് വെച്ചാൽ ആസാമിൽ നിന്ന് മാബിഹുവിൻ്റെ പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓണർ കൊണ്ട് തന്ന സാധനമാണ് കേട്ടോ. ഇതിൻ്റെ പേര് പീത്ത എന്നൊക്കെയാണ് അവർ പറയുന്നത്. എക്സാക്ട്ലി നെയിം എനിക്ക് അറിയത്തില്ല. പിന്നെ ഈ സംഭവമൊക്കെ കണ്ട നമ്മുടെ നാട്ടിൽ ഉണ്ണിയപ്പവും അപ്പോൾ ഉണ്ടാക്കുന്ന പോലെയൊക്കെ അതേ ടേസ്റ്റൊക്കെ തന്നെയാണ്. പിന്നെ തേങ്ങ കൊണ്ടുള്ള തേങ്ങ ലഡു, ഇതിനൊക്കെ എന്താ അവർ ആസാമിൽ പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് ഞങ്ങൾ വന്നിരിക്കുന്നത് പ്രതീക്ഷയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അവർ നമ്മളെ കാപ്പി കുടിക്കാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ബിഹുവിന് നമ്മുടെ നാട്ടിൽ ഓണം പോലെയാണ്, ഇവർക്ക് വലിയ സെലിബ്രേഷനാണ്. നിറയെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും, ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെയാണ് അവരുടെ നാട്ടിലെ പലഹാരങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് ചായക്ക് കൊണ്ടുവച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. സാവൽ. Everything is made by rice powder. Yeah. This is made by muri and til. तिल. एक का नाम क्या है? Muri laddu. हुआ पिठा and this is cake. इसमें कोई एग नहीं है. सूजी के तिल पिठा, नारियल का पिठा and तेल पिठा. ये पापा पिठा. This is Bengali dish. This is Bengali dish and rice powder का ये सिर्फ लड्डू है and coconut powder and coconut and सूजी. ലഡു. അപ്പോൾ എനിക്ക് ഹിന്ദിയൊന്നും അറിയില്ലെങ്കിലും അറിയാവുന്ന ഹിന്ദിയിൽ ചോദിച്ചപ്പോൾ അവർ ഇതിൻ്റെ പേരുകളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അവർ ലഡു ഷേപ്പിലുള്ളതിനൊക്കെ ലഡു എന്ന് തന്നെയാണ് പറയണത്. പിന്നെ പൊരി ഉണ്ടെങ്കിൽ അവർ മുരി എന്നാണ് പറയണത്. പിന്നെ ബംഗാളി ഡിഷസ് ഒക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിഷസ്. പിന്നെ കുറേ പേരുകളൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പം മാബിഹുവിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കത്തിക്കലാണ്. നാട്ടിലത്തെ എല്ലാവരും കൂടി ചേർന്നാണ് ഇത് കത്തിക്കുക. അത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് അമ്പലത്തിൻ്റെ ഉമ്മത്ത് വെച്ചാണ് കത്തിക്കുക. ഏറ്റവും ക്രിസ്മസ് ട്രീ പോലെ അതിന്, അതായത് ചുരുക്കത്തിൽ പറഞ്ഞ വൈക്കക്കുണ്ട പോലത്തെ ഏറ്റവും വലിയൊരു കൂമ്പാരമായിരുന്നു. അത് കത്തിക്കുക എന്നുള്ളതാണ് മാബിഹുവിൻ്റെ സ്പെഷ്യാലിറ്റി കേട്ടോ. അപ്പോൾ രാവിലത്തെ കാപ്പിക്ക് മാത്രമല്ല, വൈകുന്നേരത്തെ അത്താഴത്തിന് നമ്മൾ അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയി. അപ്പോൾ ഈ കാണുന്ന കറീൻ്റെ പേര് മത്തി കാലായി എന്നാണ് കേട്ടോ. പിന്നെ ഇറച്ചി കറി, പിന്നെ പരിപ്പ് കറി, ഫിഷ് കറി, പിന്നെ എന്തൊക്കെയോ കറികൾ അവർ കൊണ്ടുവച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ നമുക്ക് പേരൊന്നും അറിയത്തില്ല. ഡിഫറെൻറ്റ് പേരുകൾ കുറേ പറഞ്ഞു. പിന്നെ ചോറ് ഇങ്ങനെയാണ് അവർ കുക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹാപ്പി ബിഹു.